ഹലോ, എല്ലാവർക്കും ടു ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്ങിനെ കുറിച്ചാണ്. എത്ര നാളുണ്ടാവും, അല്ലെങ്കിൽ എത്ര നാൾ 6 ആഴ്ചയോ 8 ആഴ്ചയോ കൂടുതലുണ്ടായാലും ഡോക്ടറെ കാണേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത് എന്നൊക്കെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഡെലിവറി കഴിഞ്ഞാൽ ബ്ലീഡിങ് എല്ലാ സ്ത്രീകൾക്കും സാധാരണമാണ്. പിന്നെ അത് എത്രത്തോളമാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറ്റുള്ള കാര്യങ്ങൾ. ഒരു 6 to 8 വീക്സ് ആണ് നമ്മുടെ ബ്ലീഡിങ്ങിൻ്റെ ഒരു നോർമൽ ടൈം എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് 2 മാസം വരെ എടുക്കാം, 8 ആഴ്ച വരെ എടുക്കാം. എങ്കിൽ പോലും നമ്മുടെ ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത് ക്രമേണ ഫസ്റ്റ് ഒരു 4 days ഒക്കെ നല്ല ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ അത് കുറഞ്ഞ് ആണ് അതിൻ്റെ ഒരു നോർമൽ രീതി എന്ന് പറഞ്ഞാൽ. ലാസ്റ്റൊക്കെ ആകുമ്പോൾ സ്പോട്ടിങ് പോലെയോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് പോലെയൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ അത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ബ്ലീഡിങ് വരുന്നത്? ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പുറത്തെത്തി കഴിയുമ്പോഴത്തേക്കും പ്ലാസൻ്റെയും മറുപടിയും അതുപോലെ അതിനൊപ്പം പുറത്തേക്ക് പോകും. അപ്പം ഈ പ്ലാസൻ്റ അറ്റാച്ച് ചെയ്തിരുന്നത് നമ്മുടെ യൂട്ടേറിയൻ വോളിലാണ്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചാണ് ഈ പ്ലാസൻ്റ ഇരുന്നിരുന്നത്. അപ്പം പ്ലാസൻ്റ അതിൽ നിന്ന് വിട്ടു പോരുമ്പോഴത്തേക്കും അവിടുത്തെ ടിഷ്യൂസ്, വെസൽസ്, ബ്ലഡ് വെസൽസ് ഒക്കെ ബ്രേക്ക് ആവും. അപ്പോൾ അങ്ങനെയാണ് അതിനോടൊപ്പം ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ്ങാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ അവിടുത്തെ ടിഷ്യൂ, മ്യൂക്കസ് ലൈനിങ് എല്ലാം ഈ ബ്ലീഡിങ്ങിലൂടെ പോകും. ആ ബ്ലീഡിങ്ങിനെ പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് അല്ലെങ്കിൽ ലോച്ചിയ എന്നും പറയാറുണ്ട്. അപ്പം ഇത് അതായത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഗർഭപാത്രം ചുരുങ്ങാൻ തുടങ്ങും. പൂർണ്ണമായിട്ട് ചുരുങ്ങി ഒന്ന് വരാനായിട്ട് ഒരു 6 to 8 വീക്സ് ഒക്കെ എടുക്കും. ആ ടൈമിൽ ഈ ബ്ലഡ് വെസൽസ് ചുരുങ്ങുകയും അതെല്ലാം ഈ ഗർഭപാത്രം ഓരോ മാസവും തോറും വലുതായി വരും തോറും അതിൻ്റെ ലൈനിങ്ങും തിക്നെസ്സും കൂടി വരും. അപ്പം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ലൈനിങ്ങും എല്ലാം പോയി ഷെഡ് ചെയ്ത് പോയിട്ട് പുതിയ ലൈനിങ് ഒക്കെ വരും. അതിനോടൊപ്പം അതാണ് ഈ ബ്ലീഡിങ്ങിലൂടെയൊക്കെ പോകുന്നത്. മ്യൂക്കസ് ലൈനിങ്ങും ടിഷ്യൂസും ഒക്കെ ആയിട്ട് ക്ലോട്ട്സ് ഒക്കെ ആയിട്ട് കാണുന്നത്. അതൊക്കെ എല്ലാം ഈ ബ്ലീഡിങ് വഴി പുറത്തേക്ക് പോകും. അങ്ങനെ യൂട്രസ് ക്ലീൻ ആവുന്നത്. അപ്പം ഈ ലോച്ചിയ എന്ന് പറയുന്നത് 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ലോച്ചിയ റൂബ്ര, അതായത് ഫസ്റ്റ് സ്റ്റേജാണ്. അതിന് തുടക്കത്തിൽ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളറൊക്കെ ആയിരിക്കും ബ്ലീഡിങ്. ഒരു 3 to 4 days വരെ അത് ലാസ്റ്റ് ചെയ്യും. പിന്നെ നല്ല ഫ്ലോ ഉണ്ടാവും, അതിൽ ക്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ലോച്ചിയ റൂബ്ര എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സെക്കൻഡ് സ്റ്റേജാണ്. അത് ഒരു പിങ്കിഷ് ബ്രൗൺ ഡിസ്ചാർജ് ആയിരിക്കും. ബ്ലഡിൻ്റെ അളവ് കുറവായിരിക്കും, വാട്ടറി ഡിസ്ചാർജ് ആയിരിക്കും കൂടുതൽ. അതൊരു 4 to 12 days വരെ ലാസ്റ്റ് ചെയ്യും. ഒരു മോഡറേറ്റ് ഫ്ലോ ആയിരിക്കും. ക്ലോട്ട്സ് ഒക്കെ കുറവായിരിക്കും. അതാണ് ലോച്ചിയ സെറോസ. ഇനി ലാസ്റ്റ് വണ്ണാണ് ലോച്ചിയ ആൽബ, അതായത് ലാസ്റ്റ് സ്റ്റേജ്, ലോച്ചിയയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. അതൊരു യെല്ലോയിഷ് വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. അങ്ങനെ വലിയ രീതിയിൽ ബ്ലീഡിങ് കാണില്ല, ചിലപ്പോൾ സ്പോട്ടിങ് ആയിട്ടുണ്ടാവും. ഇതൊരു 12 തൊട്ട് 6 ആഴ്ച വരെ ഇത് നിൽക്കാം. ക്ലോട്ട്സ് ഒന്നും അങ്ങനെ കാണത്തില്ല. ഈ 3 രീതിയിലാണ് ലോച്ചിയ തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ലോച്ചിയ റൂബ്ര, സെക്കൻഡ് സ്റ്റേജ് ലോച്ചിയ സെറോസ, തേർഡ് സ്റ്റേജ് ലോച്ചിയ ആൽബ. അപ്പം അങ്ങനെ 3 രീതിയിലാണുള്ളത്. പിന്നെ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇത്രയും ഈ പറഞ്ഞ ഒരു കാലയളവിൽ ബ്ലീഡിങ് പിന്നെയും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ പോലും ബ്ലീഡിങ് 1 മണിക്കൂറിൽ തന്നെ 1, 2, 3 പാഡ് മാറ്റേണ്ടതൊക്കെ രീതിയിലുള്ള ഹെവി ഫ്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഡോക്ടറെ അറിയിക്കുക. അത് വീട്ടിൽ നിന്നിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സന്ദർശിക്കേണ്ടതാണ്. പിന്നീടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഫ്ലോ, അതിനൊപ്പം ഒരു ബാഡ് സ്മെല്ല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊരു ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണോ, അതിനോടൊപ്പം പനി, ഹൈ ടെമ്പറേച്ചർ പനി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എന്തെങ്കിലും കൂടുതലായിട്ട് പെയിനുണ്ട്, ഫീവറുണ്ട്, അതൊക്കെ അങ്ങനത്തെ കണ്ടീഷനാണെങ്കിലും നിങ്ങളോടൊപ്പം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട രീതി, ടൈം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അല്ലെങ്കിൽ നോർമൽ വജൈനൽ ബ്ലീഡിങ്, ഡെലിവറി കഴിഞ്ഞാൽ വജൈനൽ ബ്ലീഡിങ് നോർമലാണ്. ഈ പറഞ്ഞ പോലെ 3 രീതിയിലായിരിക്കും ആ ബ്ലീഡിങ് കുറഞ്ഞ് ലാസ്റ്റ് ഒരു യെല്ലോയിഷ് ഡിസ്ചാർജ് പോലെ വന്ന് അങ്ങനെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ആളുകൾക്ക് കുറച്ച് ദിവസം ബ്ലീഡിങ് വന്നിട്ട് ഇടയ്ക്ക് വെച്ച് നിന്നിട്ട് വീണ്ടും ബ്ലീഡിങ് തുടങ്ങും. അതും നോർമലാണ്, കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ അത് കുറഞ്ഞ് നിന്നോളും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്
പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പിന്നെ ചിലവർക്ക് ഇടയ്ക്ക് നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോർമോണൽ വേരിയേഷൻ കൊണ്ടും അതുപോലെ ഫീഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ നിന്നു. പിന്നെ ഈ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾ ചിലപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചില ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും ബ്ലീഡിങ്ങിൻ്റെ അളവും വ്യത്യാസങ്ങളൊക്കെ ഓരോ സ്ത്രീകളിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.